മൂന്നാമതും ജലപീരങ്കി പ്രയോഗിക്കുന്നു. പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ഇത് മൂന്നാം തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇപ്പോഴും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. വീണ്ടും വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റത്തിലേക്കും പ്രതിഷേധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ആദിൽ പാലോട് തുടരുന്നുണ്ട്. ആദിൽ തുടരാം. തുടരുകയാണ്. KSU ജില്ലാ പ്രസിഡന്റ് ഗോപന്റെ നേതൃത്വത്തിൽ നെയ്യാർ ഗോപുവിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ സംഘടിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയത്. മാർച്ചായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. ഉടൻ തന്നെ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഈ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം നടത്തിയതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി ഉണ്ടായത്. ഈ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ കൂട്ടാക്കിയില്ല. പിന്നീട് ഈ ജലപീരങ്കി പിന്നാലെ പ്രവർത്തകർ സംഘടിച്ചെത്തി പോലീസിനോട് കയർക്കുകയും പോലീസുമായി വാക്കേറ്റം ഉണ്ടാകുകയും പിന്നീട് അതൊരു ഉന്തും തള്ളിലേക്കും നേരിയ സംഘർഷത്തിലേക്കും വഴിമാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിലൊരു പ്രവർത്തകന്റെ ശരീരത്തിൽ നിന്ന് ചോര വന്ന് പരിക്കേറ്റ് മാറുന്ന സ്ഥിതി കൂടി ഉണ്ടായി. പോലീസിന്റെ കയ്യിലുള്ള ഷീൽഡ് തകർക്കാൻ ശ്രമിക്കുകയാണ് പ്രവർത്തകർ പിന്തിരിയുന്നില്ല, ഇപ്പോഴും പിന്തിരിയുന്നില്ല. മുന്നിലേക്ക് തന്നെ പോകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കുന്നു, ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിക്കുന്നു. ഒപ്പം പോലീസിന്റെ കയ്യിലുള്ള ഷീൽഡുകൾ അത് തകർക്കാൻ ശ്രമിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഏതായാലും സംസ്ഥാന വ്യാപകമായി തന്നെ കോൺഗ്രസ് ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് പ്രത്യേകിച്ച് KSUവിന്റെ അടക്കമുള്ള വിഷയം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണം, ഒപ്പം ഡീനെ പുറത്താക്കി കൊലക്കുറ്റം ചുമത്തണം, ഒപ്പം മുൻ MLA CK ശശീന്ദ്രന്റെ പങ്ക് ഈ സംഭവത്തെ തുടർന്ന് അന്വേഷിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് കോൺഗ്രസ് മുന്നിൽ വെച്ചിരിക്കുന്നത്. പല തരത്തിലുള്ള സമരങ്ങൾ പല ഭാഗത്ത് തുടരുകയാണ്. ഇതിനടുത്ത് തന്നെ നിരാഹാര സമരം കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ തുടരുന്നുണ്ട്. ജബീബേത്ത് എംപി, രാഹുൽ മാങ്കൂട്ടത്തിൽ, അലോഷ്യസ് സേവ്യർ എന്നിവരുടെ നേതൃത്വത്തിൽ. ഇതിന് സമാന്തരമായി മറ്റ് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നു എന്ന് KSUവിന്റെ ബന്ധാണ്. ഒപ്പം KSUവിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. മാർച്ച് നടത്തിയതിലാണ് സംഘർഷമുണ്ടായത്. മാർച്ച് ആദ്യം തന്നെ പ്രവർത്തകർ 50-ലേറെ പ്രവർത്തകർ ഉണ്ടായിരുന്നു. പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ ഒരു തവണ നടന്നു വന്ന് സെക്രട്ടേറിയറ്റിലെ സമരഗേറ്റിലേക്ക് എത്തുകയായിരുന്നു. സമരഗേറ്റിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് നേരത്തെ തന്നെ പ്രതിഷേധത്തിന് മുൻപ് തന്നെ ബാരിക്കേഡ് വെച്ച് ഒരു പതാക വീശാനും തുടങ്ങിയതിന് പിന്നാലെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചു, പ്രവർത്തകർ മാറി. ജലപീരങ്കി പിന്നാലെ വീണ്ടും തിരിച്ചു സംഘടിച്ചെത്തി പ്രതിഷേധക്കാർ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങളിലേക്ക് പോയി. രണ്ടാമതും മൂന്നാമതും ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടെ പോലീസുമായി വാക്കേറ്റം ഉണ്ടാവുകയും പോലീസുമായി തർക്കവും കയ്യേറ്റവും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി, സംഘർഷമുണ്ടായി എന്നുള്ളതാണ്. ഇതിലൊരു പ്രവർത്തകന് പരിക്കേറ്റ് ചോര വരുന്നതും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടവരെ അടുത്തുള്ള ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് KSUവിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രതിഷേധം നടക്കുന്നത്. KSUവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധം. ഇപ്പോഴും പ്രതിഷേധം ഉന്തും തള്ളും പോലീസും പ്രവർത്തകരും തമ്മിൽ. പോലീസ് ലാത്തി വീശുന്നു, പ്രവർത്തകരെ ഓടിക്കുകയാണ്. ഒരുപാട് സമയം പ്രവർത്തകർ പോലീസിനെ നേരിടുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ പോലീസ് തിരിച്ച് ലാത്തി വീശി പ്രവർത്തകരെ വിരട്ടി ഓടിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസിനോട് തിരിച്ച് ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധവുമായി ലാത്തി വീശിയതിൽ പ്രതിഷേധവുമായി ഓടാൻ തുടങ്ങിയ പ്രവർത്തകർ തിരിച്ചെത്തി പോലീസിനെ നേരിടുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ശക്തമായ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഈ രംഗങ്ങൾ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം അത് സംഘർഷത്തിലേക്കും അത് ലാത്തി വീശുന്നതിലേക്കും വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു 50-ലേറെ പ്രവർത്തകരെത്തി മാർച്ചായി തുടങ്ങിയ പ്രതിഷേധ പരിപാടിയാണിത്. പിന്നീട് അത് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. ഒരു പ്രവർത്തകന് പരിക്കേറ്റുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റമാണ് സംഘർഷത്തിലേക്ക് വഴിമാറിയത്. അത് പല തവണകളിലായി വാക്കേറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒരു കടുത്ത സംഘർഷത്തിലേക്ക് പോകുന്നതിന്റെ കാഴ്ചകളാണ് കാണുന്നത്. അതിലേക്ക് വരാം. TV പ്രസാദ് കൂടിയുണ്ട്. പ്രസാദ്, സംഘർഷ സാഹചര്യം വലിയ രീതിയിലേക്ക് പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു. പോലീസ് ലാത്തി വീശിയിരിക്കുന്നു.
ശ്രുതി അങ്ങനെ തന്നെയാണ്. അതായത് അല്പസമയം മുമ്പ് സെക്രട്ടേറിയറ്റിലെ ഗേറ്റിന്റെ മുന്നിലായിരുന്നു പ്രതിഷേധമെങ്കിൽ അത് MG റോഡിന്റെ നടുവിലേക്ക് മാറിയിരിക്കുന്നു. നേരത്തെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമായിരുന്നെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലീസ് ലാത്തി വീശുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഇപ്പോൾ MG റോഡിന്റെ നടുവിലാണുള്ളത്. മാത്രമല്ല തൊട്ടപ്പുറത്ത് നമുക്കറിയാവുന്നതുപോലെ യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും അതുപോലെ KSUവിൻ്റെയും നേതൃത്വത്തിൽ സമരം തുടരുകയാണ്. ആ സമരത്തിലുള്ളവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില കോൺഗ്രസ് നേതാക്കളും ഇവിടെയുണ്ട്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്, മറ്റ് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയവരുമുണ്ട്. അങ്ങനെയാണിത് വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയായി കാണുന്നതും. ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും തുടരുകയാണ്. ഒരു ഘട്ടത്തിൽ ബാരിക്കേഡ് കടന്ന് സെക്രട്ടേറിയറ്റിനകത്തേക്ക് ചാടിക്കടക്കാനാണ് ശ്രമമെങ്കിൽ പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ഉന്തും തള്ളിലേക്കും എത്തി. പിന്നീടാണ് മറ്റൊരു ഭാഗത്തുകൂടി സെക്രട്ടേറിയറ്റിനകത്തേക്ക് കയറാനുള്ള ശ്രമം പോലീസ് പ്രതിരോധിക്കുകയും അതിൻ്റെ ഭാഗമായി ഉന്തും തള്ളും ഉണ്ടാവുകയും പിന്നീട് പോലീസ് ലാത്തി വീശുകയും ചെയ്യുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ സമരഗേറ്റിന് മുന്നിലുള്ള MG റോഡിൻ്റെ നടുവിലാണ് പോലീസും അതുപോലെ തന്നെ ആ സമരക്കാരും നിൽക്കുന്നത്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണ